നമസ്കാരം. പുരാതന ഈജിപ്തിലെ പുരാതന നഗരമായ അലക്സാൻഡ്രിയയുടെ ഹൃദയഭാഗമായ പോർട്ടക്സ് മാഗ്നസിലെ റോയൽ ഐലൻഡ് ഓഫ് ആൻഡിർ ഹോഡസ് തുറമുഖത്ത് യൂറോപ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അണ്ടർ വാട്ടർ ആർക്കിയോളജി നടത്തിയ പുതിയ പര്യവേക്ഷണത്തിൽ 2000 വർഷം പഴക്കമുള്ള ഒരു ആനന്ദ നൗക കണ്ടെത്തിയിരിക്കുന്നു. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടായിട്ടും കപ്പലിന്റെ ഘടനയും അവശിഷ്ടങ്ങളും മികച്ച രീതിയിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ഈ കണ്ടെത്തലിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഈ ആഡംബര കപ്പലിന്റെ കണ്ടെത്തൽ റോമൻ ഭരണത്തിന് കീഴിലുള്ള ഈജിപ്തിലെ സമ്പന്നമായ സാമൂഹിക ജീവിതത്തിലേക്കും മതപരമായ ആചാരങ്ങളിലേക്കും വെളിച്ചം വീശുന്നു. പുരാവസ്തു ഗവേഷകരുടെ അഭിപ്രായത്തിൽ കണ്ടെത്തിയ ഈ കപ്പൽ ഒരു തലാമോഗോസ് ആകാനാണ് സാധ്യത. പ്രശസ്തരായ വ്യക്തികളെയും ഉന്നതരെയും ഉൾക്കൊള്ളുന്ന വിനോദ നൗകയോ അല്ലെങ്കിൽ റോമൻ ഈജിപ്തിലെ ചടങ്ങുകളിലും ഘോഷയാത്രകളിലും പങ്കെടുത്ത ഒരു കപ്പലായോ ഇതിനെ കണക്കാക്കാം. 90 അടി നീളമുള്ള തടിക്കഷ്ണങ്ങളാണ് കപ്പലിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. എങ്കിലും കപ്പലിന് ഏകദേശം 115 അടി നീളവും 23 അടി വീതിയും ഉണ്ടായിരിക്കാമെന്ന് IEASM പത്രക്കുറിപ്പിൽ പറയുന്നു. ഈ ആഡംബര നൗക AD 1-ാം നൂറ്റാണ്ടിൽ റോമൻ ഭരണത്തിൽ കീഴിലായ ഉടൻ തന്നെ നിർമ്മിക്കപ്പെട്ടതായിരിക്കാമെന്നാണ് ഗവേഷകരുടെ അനുമാനം. ഇതിന്റെ വീതിയേറിയ ബീമും പരന്ന അടിത്തട്ടും സൂചിപ്പിക്കുന്നത് അലക്സാൻഡ്രിയയിലെ ശാന്തമായ കനാലുകളിലൂടെയുള്ള യാത്രക്കായി ഇതിനെ രൂപകൽപ്പന ചെയ്തതാണ് എന്നാണ്. വിശിഷ്ട യാത്രക്കാർക്ക് ആഹാരം കഴിക്കുവാൻ സൗകര്യമുള്ള അടച്ച ഇടങ്ങൾ ഇതിൽ ഒരുക്കിയിരുന്നിരിക്കണം. പുരാതന ഈജിപ്തിലെ സമ്പന്നർക്കിടയിൽ ഇത്തരം ആഡംബര നൗകകൾ സർവ്വസാധാരണമായിരുന്നു. ടോളമിമാരും ക്ലിയോപാട്രയും ഒരിക്കൽ ഉപയോഗിച്ചിരുന്ന വലിയ തലാമോഗോസുകളുടെ പ്രൗഢി ഈ കപ്പലുകൾ ഓർമ്മിപ്പിക്കുന്നു. ഈ കപ്പൽ അലക്സാൻഡ്രിയയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതാണെന്നും മനോഹരമായി അലങ്കരിച്ചതും തുഴകളാൽ ചലിപ്പിക്കപ്പെടുന്നതുമാണ് എന്നുമാണ് വിദഗ്ധർ വിശ്വസിക്കുന്നത്. IEASM ഡയറക്ടർ ഫ്രാങ്ക് ഗോഡിയോ സൂചിപ്പിക്കുന്നത് ഈ നൗക ആൻഡിർ ഹോഡസ് ദ്വീപിലെ ഐസിസ് ദേവി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. ഏകദേശം AD 50-ൽ ക്ഷേത്രം തകർന്ന സമയത്തായിരിക്കണം ഈ കപ്പൽ മുങ്ങിപ്പോയത്. കപ്പലിന്റെ ഉപയോഗവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ വാർഷിക മതപരമായ ഘോഷയാത്രകളിൽ ഐസിസ് ദേവിയെ വഹിച്ചുകൊണ്ടിരുന്ന പ്രതീകാത്മക സോളാർ ബാർക്ക് എന്ന നിലയിൽ ഈ നൗക പ്രവർത്തിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഈ ആനന്ദ നൗകയുടെ കണ്ടെത്തൽ അലക്സാൻഡ്രിയ തുറമുഖത്തിന്റെ അസാധാരണമായ ചരിത്രത്തിലേക്കാണ് വീണ്ടും വെളിച്ചം വീശുന്നത്. അലക്സാണ്ടർ ദ ഗ്രേറ്റ് നഗരം സ്ഥാപിച്ചതിന് ശേഷം ഒരു ചെറിയ മത്സ്യബന്ധന ഗ്രാമം എങ്ങനെയാണ് ടോളമിക് സാമ്രാജ്യത്തിന്റെ ഹൃദയമായി മാറിയതെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. റോമൻ ഭരണത്തിന് കീഴിൽ ധാന്യ കയറ്റുമതി മുതൽ ആഡംബര വസ്തുക്കളുടെ ഇറക്കുമതി വരെ കൈകാര്യം ചെയ്തിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രമായിരുന്നു അലക്സാൻഡ്രിയ. 2 സഹസ്രാബ്ദത്തോളം കടലിന്റെ അടിത്തട്ടിൽ ഉറങ്ങിക്കിടന്ന ഈ ആഡംബര നൗക അലക്സാൻഡ്രിയയുടെ സുവർണ കാലഘട്ടത്തിലെ ഉന്നതരുടെ ജീവിത രീതി, സാംസ്കാരിക വിനിമയം, മതപരമായ വിശ്വാസങ്ങൾ എന്നിവയെക്കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ നൽകുവാൻ ശേഷിയുള്ള ഒരു ചരിത്രരേഖ തന്നെയാണ്. ഈ കണ്ടെത്തൽ പുരാതന ഈജിപ്തിലെ സമുദ്ര പുരാവസ്തു ഗവേഷണ രംഗത്ത് ഒരു വഴിത്തിരിവാകും എന്നതിൽ സംശയമില്ല. വെബ് ഡെസ്ക് തത്വമൈ TV.